നമസ്കാരം. നമ്മുടെ ഷഹനാസ് കോൺഗ്രസ് എന്നും പറയുന്നുണ്ട്, CPM എന്നും പറയുന്നുണ്ട്, BJP എന്നും പറയുന്നുണ്ട്, ഏലുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഷഹനാസ് പിന്നെ രാഹുൽ മാങ്കൂട്ടത്തെ വിടാതെ പിന്തുടരുകയാണ്. ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ടോ എന്ന് കേൾക്കാം. ഇവിടെ കിടന്ന് എന്റെ ഇൻബോക്സിന് താഴെ കമന്റ് ഇടുന്ന ആളുകൾ അവരവരുടെ വീട്ടിൽ കൊണ്ടുപോയി അടുപ്പിക്കോ? അവന് ഞാൻ പറയട്ടെ, അവന് ലൈംഗിക വൈകൃതമുള്ള ഒരു മനുഷ്യനാണ്. നിങ്ങൾ കൊണ്ടുപോയി വല്ല ഡോക്ടേഴ്സിനെയും കാണിക്കാൻ റെക്കമെൻഡ് ചെയ്യണം. പൈസ വാങ്ങി ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഒന്ന് ഹാഷ്മിക്ക് പറയായിരുന്നു, നിനക്ക് ഈ ലൈംഗിക വൈകൃതം ഒക്കെ ഉണ്ട്, നിനക്ക് പോയിട്ട് ഒരു ഡോക്ടറെ കണ്ടൂടെ എന്ന് ചോദിക്കണം. പെരുമാറി മോശമായി ചാറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ അധികം സ്റ്റേറ്റ്മെന്റുകളൊക്കെ ആയിട്ട് രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. എന്തായാലും അതിന്റെ കുറച്ച് വിശദാംശങ്ങൾ നമുക്കൊന്ന് കാണാം. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി ഒരു സ്ത്രീ പീഡകനായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ജാമ്യത്തിലിറങ്ങി ഇവിടെ ഒരു ചാനൽ, അതിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, അവരെ ഇൻ്റർവ്യൂ ചെയ്ത ഹാഷ്മി, ഇന്നലെ ആ ഇൻ്റർവ്യൂ പൂർണ്ണമായിട്ട് ഞാൻ കേട്ടത് എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ട് കോഴിക്കോടേക്ക് ഡ്രൈവ് ചെയ്ത് വരുന്നതിൻ്റെ ഇടയിലാണ് ഞാനത് കേട്ടത്. അപ്പോൾ അത് കേൾക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങളിൽ കുറച്ച് ആളുകൾ എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ എനിക്ക് പൂർണ്ണമായിട്ട് അത് കേൾക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാനത് കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഉത്തരം തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ പ്രധാനമായിട്ടുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ വിഷയം രാഹുൽ മാങ്കൂട്ടം ഇതിനു മുമ്പ് തന്നെ പല വ്യക്തികളോടും സംസാരിച്ചിട്ടുണ്ട്. ഇപ്പം ഇന്ന് ചാനൽ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു വന്ന കാര്യം തന്നെ രാഹുൽ മാങ്കൂട്ടം അത് പല ആളുകളോടും പേഴ്സണലി സംസാരിച്ചത്, പാലക്കാട് രാഹുൽ മാങ്കൂട്ടം വിശ്വസ്തനെന്ന് കരുതി സംസാരിച്ച പല ആളുകളും എന്നോട് തന്നെ പറഞ്ഞിട്ടും അതിനുള്ള മറുപടി രാഹുൽ മാങ്കൂട്ടത്തിന് പേഴ്സണലായിട്ട് ഞാൻ മെസ്സേജ് അയച്ച് ഞാൻ കൊടുത്തിട്ടുമുണ്ട്. ഇത്രയും മെസ്സേജ് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിന് അയച്ചിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് രാഹുൽ മാങ്കൂട്ടത്തിന് ഞാൻ അയച്ച മെസ്സേജുകളാണിത്. അതിന് രാഹുൽ മാങ്കൂട്ടം എനിക്ക് റിപ്ലൈ ഒന്നും തന്നിട്ടില്ല. എല്ലാ മെസ്സേജും സീനാക്കിയിട്ടുണ്ട് ബ്ലൂടിക്കിൽ. പിന്നെ അദ്ദേഹം ആരോപിച്ച ഒരുപാട് കാരണങ്ങളാണ്. അതിലൊന്ന്, എനിക്ക് ഏറ്റവും വിഷമമുണ്ടാക്കിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അതിജീവിതമാർ നൽകിയ പരാതികൾക്കെതിരെ നീ മാനനഷ്ടത്തിന് പോകണമെന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജ്. അത് ഒരു വ്യക്തി നമ്മളോട് പറയുകയാണ്, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഇവൻ കോഴിയാണെന്ന് എനിക്ക് പണ്ടേ അറിയാം. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി ഒരു കോഴിയാണ് എന്നും, ഞാൻ പറയട്ടെ, ഹേമ കമ്മീഷൻ പോലെ ഒരു കമ്മീഷൻ കോൺഗ്രസിനകത്ത് വെച്ചാൽ കോൺഗ്രസിൻ്റെ നിരവധി യുവ തലമുറയിലുള്ള മഹിളാ കോൺഗ്രസിൻ്റെ സ്ത്രീകളായിട്ടുള്ള ആളുകളുടെ ഫോൺ വെപ്പിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഫോൺ വെപ്പിച്ച് പരിശോധിച്ച് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയാൽ തികച്ചും വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും ഈ രാഹുൽ മാങ്കൂട്ടം എന്താണ് എന്ന്. പിന്നെ ഇന്നലെ അവനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഹാഷ്മിനെ ഞാൻ ഒരുപാട് റെസ്പെക്ട് ചെയ്തിരുന്ന ഒരാളായിരുന്നു. കാരണം അദ്ദേഹത്തിന് വാക്കുകൾക്ക് തടസ്സമുണ്ട് എന്നൊന്നും എനിക്ക് ഒരു കാലത്തും തോന്നിയിട്ടില്ല. അങ്ങനത്തെ ഒരു വ്യക്തി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാക്കുകൾ അവരെന്താണ് പറയുന്നത് എന്ന് മാത്രം കേട്ടുകൊണ്ട് ഒരക്ഷരം ചോദിക്കാതെ നിന്ന ഹാഷ്മിയോട് എനിക്ക് പുച്ഛം തോന്നുകയാണ്, ആ ചാനലിനോട് എനിക്ക് പുച്ഛം തോന്നുകയാണ്. കാരണം എന്നെ സംബന്ധിച്ച് എനിക്കിതൊരു വിഷയമല്ല. രാഹുൽ മാങ്കൂട്ടം ഇന്നലെ ആരോപിച്ച വിഷയങ്ങളിൽ അഴിഞ്ഞു വീഴാനുള്ള ഒന്നും MA ഷഹനാസ് എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതത്തിലില്ല. ഒന്നില്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനേക്കാൾ ഒരു കുറച്ചോണം കൂടുതൽ ഉണ്ടിട്ടുള്ള അനുഭവ പരിചയം, ഒരു സ്ത്രീയായിട്ട് ഇവിടെ നിൽക്കുന്നതിൻ്റെ അനുഭവ സമ്പത്ത് ഉള്ള ഒരാൾ തന്നെയാണ് MA ഷഹനാസ് എന്ന് പറയുന്ന ഞാൻ. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങൾക്കും രാഹുലിൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള ആർജവം എനിക്കുണ്ട് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ വെല്ലുവിളിക്കുകയാണ്. ഇന്നലെ ഹാഷ്മിക്ക് മുന്നിൽ ഇരുന്നതുപോലെ എനിക്ക് മുന്നിൽ ഒന്ന് ഇരുന്ന് തരാനുള്ള ധൈര്യമുണ്ടോ എന്ന് ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഇനി അതല്ല, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീട്ടിൽ പോയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനോട് അവൻ പറഞ്ഞിട്ടുള്ള ഇത്തരം മുഴുവൻ കാര്യങ്ങളെയും ചോദ്യം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു സ്ത്രീയാണ് ഞാൻ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളോട് മുന്നിൽ അല്ലെങ്കിൽ സമൂഹത്തിന് മുന്നിൽ വന്ന് പറയുന്നുണ്ടെങ്കിൽ അതിലെനിക്ക് ഉത്തമ ധാരണയില്ലാതെ ഞാൻ പറയില്ല. രണ്ടാമത്, ഒരു സ്ത്രീ എന്ന രീതിയിൽ, ഒരു എഴുത്തുകാരി എന്ന രീതിയിൽ, ഒരു പബ്ലിഷർ എന്ന രീതിയിൽ ഞാൻ പലതരത്തിൽ സമൂഹത്തിൽ ഏത് മേഖലയാണ് ഞാൻ പറയേണ്ടത്, ഇവിടെ സ്ത്രീകളായിട്ട് ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഓരോരുത്തർക്കും അറിയാം എന്താണ് നമ്മൾക്ക് മെസ്സേജ് അയച്ച് വരുന്ന എത്ര കോഴികളുണ്ട്. എല്ലാവർക്കും എതിരെ നമുക്ക് പരാതിയും കേസുമായിട്ട് പോകാൻ പറ്റുമോ? കൊടുത്ത കേസുകൾക്ക് എന്താണ് നീതി കിട്ടുന്നത്? ഞാൻ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിക്ക് പാർട്ടിക്കുള്ളിൽ പോലും പരാതി നൽകാത്ത ആളാണ്. രാഹുൽ മാങ്കൂട്ടം ഡൽഹിയിലേക്ക് ടൂറിന് അവൻ്റെ കൂടെ കർഷക സമരത്തിന് എന്നെ വിളിച്ചപ്പോൾ അതിന് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. എന്താണ് എനിക്ക് അവൻ്റെ കൂടെ ഞാൻ ഒരു കാര്യം പറയട്ടെ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെ ഒരു സെൽഫി പോലും എൻ്റേതില്ല. അവൻ പറയുകയാണ് ഇന്നലെ ഷഹനാസ് എൻ്റെ സുഹൃത്തായിരുന്നു, ഷഹനാസ് പറഞ്ഞപ്പോൾ ഞാൻ നെട്ടിപ്പോയി എന്ന്. ഓരോ സ്ത്രീയെയും എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യണമെന്ന് അറിയുന്ന ഒരു പീഡന വീരനാണ് രാഹുൽ മാങ്കൂട്ടം. അപ്പൊ എല്ലാവരും കണ്ടല്ലോ, MA ഷഹനാസ് എന്ന് പറയുന്ന വനിതാ നേതാവ് വന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ. എന്തായാലും ഇതിനെതിരായിട്ട് ഇന്ന് രാഹുൽ മാങ്കൂട്ടം ഇവർക്കെതിരായിട്ട് പരാതി കൊടുത്തിട്ടുണ്ട്.
കാരണം ശരിയാണ്, സ്ത്രീകൾക്ക് കുറച്ച് പരിഗണന കൂടുതൽ കിട്ടും. അതിപ്പോൾ നിയമത്തിന്റെ ഇതിലാണെങ്കിലും സ്ത്രീകൾക്ക് എവിടെയും ഒരു മുൻഗണനയുണ്ട്. പക്ഷെ എന്ന് വെച്ചിട്ട് എന്ത് തോന്നിയവാസവും പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതത്ര നല്ലൊരു പ്രവണതയല്ല. ചെയ്യാത്ത തെറ്റിനാണ് ഇത്രയും ദിവസം 18 ദിവസത്തോളം ജയിലിൽ കിടന്നതെന്നാണ് പുള്ളിക്കാരന്റെ ഒരു വാദം. അറിയില്ല, അതൊക്കെ കേസും കാര്യങ്ങളൊക്കെ കോടതിയിൽ നിൽക്കുന്ന കാര്യമാണ്. അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ അയാൾക്ക് കിട്ടിയേ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ അയാൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് കോടതിക്ക് ഏകദേശമൊക്കെ ബോധ്യമായി. അയാൾക്ക് 3 കേസിലും ജാമ്യവും കാര്യങ്ങളൊക്കെ കിട്ടി. അയാൾ പുറത്ത് വന്നപ്പം ശക്തനായിട്ടാണ് പുറത്തേക്ക് വന്നത്. അതുപോലെ തന്നെ ജനങ്ങളുടെ നല്ല പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിനുണ്ട്. അതൊക്കെ കണ്ടിട്ട് ചില ചേച്ചിമാർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല. വീണ്ടും വീണ്ടും രാഹുൽ ഒരു കോഴിയാണ്, പീഡന വീരനാണ്, മറ്റതാണ്, മാങ്ങയാണ്, തേങ്ങയാണെന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരും ഓരോ സൈഡിൽ നിന്ന് അങ്ങനെ കരഞ്ഞോണ്ടിരിക്കുകയാണ്. ഇവിടെ കിടന്ന് എന്റെ ഇൻബോക്സിന് താഴെ കമന്റ് ഇടുന്ന ആളുകൾ അവരവരുടെ വീട്ടിൽ കൊണ്ടുപോയി അടുപ്പിക്കോ? അവന്, ഞാൻ പറയട്ടെ, അവന് ലൈംഗിക വൈകൃതമുള്ള ഒരു മനുഷ്യനാണ്. നിങ്ങൾ കൊണ്ടുപോയി വല്ല ഡോക്ടേഴ്സിനും കാണിക്കാൻ റെക്കമെൻഡ് ചെയ്യണം. പൈസ വാങ്ങി ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഒന്ന് ഹാഷ്മിക്ക് പറയായിരുന്നു, നിനക്ക് ഈ ലൈംഗിക വൈകൃതം ഒക്കെ ഉണ്ട്, നിനക്ക് പോയിട്ട് ഒരു ഡോക്ടറെ കണ്ടൂടെ എന്ന് ചോദിക്കണം. കാരണം ഇതിപ്പോ മാങ്കോട്ട് ഒരു ഇന്റർവ്യൂ കൊടുത്തപ്പോ ഞാൻ ചേച്ചിയും കയറി കത്തിയങ്ങ് കയറിയല്ലോ അങ്ങോട്ട്. എന്ത് പറ്റി ചേച്ചി? അമ്മച്ചി, നിങ്ങളെ കമന്റ് ബോക്സിൽ വന്നിട്ട് ഇതുവരെയായിട്ട് കമന്റ് ഒന്നും ഇട്ടിട്ടില്ല. പക്ഷെ ഒരു കാര്യം പറയാം, ചേച്ചി ചോദിച്ചില്ലേ മാങ്കൂട്ടത്തിനെ വീട്ടിൽ കയറ്റുമെന്ന്. ഞങ്ങൾക്ക് എന്തായാലും മാപ്പിയടിയില്ല ചേച്ചി മാങ്കൂട്ടത്തിനെ വീട്ടിൽ കയറ്റി എന്ന് പറഞ്ഞിട്ട്. കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങളെ പോലുള്ളവരും പിന്നെ നിങ്ങളെ പൊക്കിപ്പിടിച്ച് നടക്കുന്ന കുറെ അതിജീവിത എന്ന് അവഹേളിക്കുന്ന കുറെ പരാതിക്കാരികളുണ്ടല്ലോ, അവളുമാരെ പോലുള്ള പെണ്ണുങ്ങളൊന്നും ഞങ്ങളുടെ വീട്ടിലില്ല. ഒന്ന് ചിരിച്ചു കാണിച്ചാൽ 2 പഞ്ചാര വാക്ക് പറഞ്ഞാൽ അപ്പൊ തന്നെ മുറിയിലോട്ട്, അതായത് ഹോട്ടൽ റൂമിലോട്ട് ഓടിപ്പോകുന്ന സ്ത്രീകളല്ല ഞങ്ങളുടെ വീട്ടിലുള്ളത്. അതാദ്യം ചേച്ചി ഒന്ന് മനസ്സിലാക്കണം. നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ചേച്ചി നമ്മുടെ കാർന്നുമാര് പറയുന്ന ഒരു പഴഞ്ചൊല്ലേ, ചാഞ്ഞു കിടക്കുന്ന കൊമ്പിലെ എന്തോ വലിഞ്ഞു കയറുള്ളൂ. ഐ ഡോണ്ട് നോ കറക്റ്റ്. അപ്പൊ അത് തന്നെ സംഭവം. അല്ലാതെ ആ മാങ്കൂട്ടത്തിന് മാത്രം അങ്ങ് കയറി ഇങ്ങോട്ട് ചൊറിയാൻ നിൽക്കണ്ട. ഒരു മാനസിക പരിഗണന പോലും കൊടുക്കാതെ അദ്ദേഹത്തെ ദ്രോഹിച്ചവരാ നിങ്ങളെല്ലാവരും. അതെല്ലാം ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരൻ ജനങ്ങളെല്ലാവരും തന്നെ കണ്ടിട്ടുള്ളതാ. ഇപ്പൊ അദ്ദേഹത്തിന് പറയാനുള്ളത് ഒന്ന് കുറച്ച് മീഡിയാസിനോടൊന്ന് പറഞ്ഞപ്പോഴത്തേനും, ഒരൊറ്റ ഇന്റർവ്യൂ കൊടുത്തുള്ളൂ, ഒരു മീഡിയാസിനോട് വന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾക്ക് അങ്ങോട്ട് നിങ്ങളുടെ കുരു അങ്ങ് പൊട്ടിയോ? അതല്ല ഈ കിടന്നിട്ട് വെപ്രാളപ്പെടുന്നത്, എന്തൊക്കെയോ ഉണ്ടല്ലോ പുറത്തോട്ട് വരാനായിട്ട്. അതല്ല ഈ ചാട്ടത്തിന്റെ കാര്യം. ഈ അങ്ങോട്ട് ചേച്ചിയുടെ BP ഒന്ന് ഇപ്പൊ ചെക്ക് ചെയ്താൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ പൊട്ടിത്തെറിക്കുമെന്ന് തോന്നുന്നു കേട്ടോ. എന്നിട്ട് സ്ത്രീകളുടെ പേര് പറഞ്ഞിട്ട് ആളാകാൻ വേണ്ടി വന്നിരിക്കുന്നു. എന്റെ പൊന്ന് ചേച്ചി, നിങ്ങളുടെ ഈ തരികിട കളിയൊന്നും ഇപ്പോഴത്തെ സ്ത്രീകളോട് നടക്കില്ല. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കും കേട്ടോ. ഈ കിടന്ന് ഈ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് അങ്ങ് വന്ന് വാരി അടിച്ച് ഒരാളെ കൊല്ലാക്കൊല്ല വീണ്ടും ഇട്ട് കൊടുക്കുവാണോ? അയാൾ ഒരു ചെറിയൊരു ഇന്റർവ്യൂ അങ്ങ് കൊടുത്തപ്പോഴത്തേക്ക് നിനക്കൊക്കെ അങ്ങോട്ട് ഇളകിയല്ലോ നന്നായിട്ട്. ഇനി എന്തൊക്കെ ഇളകി വരാനിരിക്കുന്നുണ്ടെന്ന് അതൊക്കെ നമുക്ക് ഇനി വഴിയെ കാണാം. അതുപോലെ തന്നെ നീ പറയുന്നുണ്ടെന്ന് ലൈംഗിക വൈകൃതമൊന്നും. എന്ത് വൈകൃതം അടി? അങ്ങനെയാണ് ഇത്രയും നാൾ ഈ വൈകൃതം ഉണ്ടായിരുന്ന മനുഷ്യനോടാണ് നീ ഇത്രയും നാൾ ഇങ്ങനെ കിടന്ന് ചാറ്റ് ചെയ്തോണ്ടും കുറച്ചോണ്ടൊക്കെ ഇരുന്നത്. നാണുല്ലേ നിനക്കറിയാവുന്ന വ്യക്തിയല്ലേ അത്? അങ്ങനെയാണ് നീ ആദ്യം പോയി പറയണമെന്ന്. പണ്ടേക്ക് വേണ്ടി നീ ആദ്യം പോയി പറയണമായിരുന്നു. അങ്ങനെ എന്തെങ്കിലും നീ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ചാറ്റിന്റെ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നീ പറഞ്ഞിട്ട് എന്തെങ്കിലും തെളിവുണ്ടോ? ഉണ്ടെങ്കിൽ നീ പുറത്തോട്ട് കൊണ്ടോ? അല്ലാതെ ആ ഇന്റർവ്യൂ എടുത്ത ഹാഷിമി അല്ല വന്നിട്ട് അത് നിനക്ക് ലൈംഗിക വൈകൃതം ഉണ്ട്, നീ അവിടെ നീ പോയി ചികിത്സ എടുക്കുക, നീ അവിടെ പോയി ഇവിടെ പോകുന്ന പറയുന്നത്. അത് ആദ്യം നീ മനസ്സിലാക്കണം. എന്നിട്ട് വന്നിട്ട് ഈ മീഡിയാസിന് മുമ്പിൽ കിടന്ന് പട്ടിഷോ കാണിക്കാൻ വേണ്ടി വാ കേട്ടാ. പിന്നെ ഇങ്ങനെയുള്ള ഈ പരാതി കൊടുത്ത സ്ത്രീകളൊക്കെ ചേച്ചിക്ക് അറിയായിരിക്കും പ്രതീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ ചേച്ചി അവർക്ക് വേണ്ടി ചെയ്യേണ്ട വലിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈംഗിക വൈകൃതം അവർക്കുണ്ടാകും, അവർക്കാദ്യം ചേച്ചിയും ചികിത്സ കാണിച്ചു കൊടുക്കുക. അപ്പോ ഈ ഷഹനാസ് എന്ന് പറയുന്ന വരുംകാല അതിജീവിതക്കൊക്കെ ഭയം തുടങ്ങിയിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ആ 24 ചാനലിലെ ആ അഭിമുഖം. അത് മുപ്പത്തിയാൾക്ക് ഈ തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അഭിമുഖം ഈ ഡ്യൂപ്ലിക്കേറ്റ് അതിജീവിതമാർക്കും അത്രേ പറ്റുള്ളൂ. അതിൽ നിരപരാധിയായി ശിക്ഷിക്കപ്പെട്ടവർക്കൊന്നും പറ്റൂലേ? പൊന്നാല ചേച്ചി അതൊന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതായാലും നമ്മളെ ആ ചേച്ചി കുട്ടിയുടെ മറുപടി ഉഷാറായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. നമുക്കിപ്പം ഈ രാഹുലിനോട് ഒരു കാര്യം പറയാനുള്ളത്, ഒരു കാരണവരും നിലനിൽക്ക് നമുക്ക് പറയാനുള്ളത്, ഏതായാലും ഒന്ന് പരിഗണിച്ചാലുണ്ട് രാഹുലെ. തൃശ്ശൂർ പൂരത്തിനൊക്കെ പരിഗണിക്കണ മാതിരി, അങ്ങനെ പൂരത്തിലോ എന്തെങ്കിലുമൊക്കെ കാര്യത്തിലൊക്കെ പരിഗണിക്കണ മാതിരി വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരിഗണിച്ചാണ്ടി ആ പ്രശ്നം തീർന്നോളൂ. നാളെ വേറെ ഇതേ ബൈക്കാട് പോയിക്കോളൂ. അങ്ങനെ അത് ഇനിയൊക്കെ ഒന്ന് പരിഗണിക്കണം. ഇനി രാഹുൽ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഏതായാലും അറസ്റ്റും ജയിലും ഒക്കെ കഴിഞ്ഞ് ഇനി എല്ലാത്തിൻ്റെ കാര്യങ്ങളും വെളിച്ചത്ത് വരണം. എല്ലാം വെളിച്ചത്ത് വരണം. എന്തൊക്കെ ഇവർ ചെയ്ത് എന്തൊക്കെ ഇവിടെ വിളിച്ചതൊക്കെ വെളിച്ചത്ത് വരണം. അതിനുള്ള നടപടിക്രമത്തിലേക്ക് രാഹുൽ കടക്കണം എന്നാണ് പറയാനുള്ളത്.